തൊടുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിനെതിരെ CPM നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിക്കുള്ളിലെ ചേരിപ്പോരും തമ്മിലടിയും നഗരസഭയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിൽ UDF ഭരണസമിതി അധികാരത്തിലേറിയിട്ട് 7 മാസത്തിലേറെയായി. നാളിതുവരെ ഒരു വികസന പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല. സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട പല തസ്തികകളിലും ജീവനക്കാരില്ല. അതിനിടയിൽ ഭരണസമിതിക്കുള്ളിൽ ചേരിപ്പോരും തമ്മിലടിയും രൂക്ഷമാണ്. വെള്ളക്കെട്ട്, മാലിന്യ സംസ്കരണം, തെരുവ് വിളക്ക് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനജീവിതത്തെ ബാധിക്കുന്നു. അതോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് കോംപ്ലക്സ്, കോലാനിയിൽ ആരംഭം കുറിച്ച നഗരസഭ സൗന്ദര്യവൽക്കരണം പോലെയുള്ള പദ്ധതികൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ് UDF നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നഗരസഭാ ഓഫീസിന് മുൻപിൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വലിയ നിലയിലുള്ള വിനോദ കേന്ദ്രങ്ങൾ ഇതെല്ലാം ഭാവനാപൂർവ്വം സംഘടിപ്പിക്കുക എന്നതാണ് നഗരസഭയ്ക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു സംസ്കാരം. ഇതാണ് മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ നഗരസഭയിൽ ജീവിക്കുന്ന ജനങ്ങളെ തമ്മിൽ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ സംസ്കാരത്തിൽ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ദൈനംദിന ഇടപെടലിലെല്ലാം തന്നെ വലിയ നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നത് സ്വാഭാവികമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി, ഏരിയ സെക്രട്ടറിമാരായ TR സോമൻ, ലിനു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു.